തിരുവനന്തപുരം നെടുമങ്ങാട് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ദളിത് യുവതിയെ 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചതായി പരാതി. മെയ് 13-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പേരൂർക്കട പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച പനവൂർ ഇരുമരം സ്വദേശിനി ബിന്ദുവിനെ വിട്ടയച്ചത് 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് എന്ന് പരാതി ലഭിച്ചിരിക്കുന്നു. ഈ പരാതി വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. യുവതി ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല മോഷണം പോയി എന്ന പരാതിയിലാണ് ബിന്ദുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. 3 ദിവസം മുമ്പാണ് ബിന്ദു അവിടെ ജോലിക്ക് എത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് മാല മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിലാണോ ബിന്ദുവിനെതിരെ പോലീസിൽ പരാതി നൽകിയത്? പോലീസ് സ്റ്റേഷനിൽ അത്ര മണിക്കൂറുകളോളം മാനസികമായിട്ട് അവർ പീഡനമേൽക്കേണ്ടി വന്നത്. ആ പീഡനമേറ്റതിന് ശേഷം ആ വീട്ടിൽ നിന്ന് തന്നെ ആ മാല അവർക്ക് തിരിച്ച് കിട്ടുകയുണ്ടായി. 18 ഗ്രാം തൂക്കമുള്ള മാലയാണ്. അത് വീട്ടുകാർക്ക് അതേ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടിയിട്ടും കേസ് റദ്ദാക്കുന്നില്ല പോലീസ് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സ്വർണ്ണമാല കട്ടെടുത്തു എന്നാരോപിച്ചുകൊണ്ട് വീട്ടുകാർ പരാതി നൽകുന്നു. ആ പരാതിയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീക്ക് 20 മണിക്കൂറോളം പോലീസിന്റെ മാനസികമായ പീഡനമേൽക്കേണ്ടി വരുന്നു. ഒടുവിൽ കട്ടെടുത്തു എന്ന് കരുതിയ 18 ഗ്രാം സ്വർണ്ണമാല അതേ വീട്ടിൽ തന്നെ കണ്ടെത്തിയെങ്കിലും ഈ സ്ത്രീ കുറ്റം സമ്മതിച്ചു എന്ന് കാണിച്ചുകൊണ്ട് FIR റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇതിൻ്റെ വൈരുദ്ധ്യമായിട്ട് പുറത്തു വരുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ മാസം 23-ന് നടന്ന ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമൊക്കെ യുവതി പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ യുവതി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖ പ്രകാരം തൻ്റെ പരാതി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി P. ശശി പരിഗണിച്ചതേയില്ല, അത് ശരിയായി വായിച്ചു നോക്കാതെ തന്നോട് കോടതിയിൽ പോകാൻ പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് അവർ പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത്. പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരികത്ത് വീട്ടിൽ ബിന്ദുവിന് 39 വയസ്സാണ്. ബിന്ദുവിനെ കഴിഞ്ഞ മാസം 23-നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്തത്. ബിന്ദു പറയുന്നത് വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തു എന്നാണ്. വസ്ത്രമഴിച്ച ദേഹപരിശോധന നടത്തി. അതേപോലെ ഈ ദളിത് സ്ത്രീയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തി. മാല കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ഈ സ്വർണ്ണമാല ഉടമയുടെ വീട്ടിൽ തന്നെ കണ്ടെത്തി. പക്ഷേ അങ്ങനെ കണ്ടെത്തിയെങ്കിലും ബിന്ദുവിനെതിരെയുള്ള FIR പോലീസ് റദ്ദാക്കിയില്ല. കൂലിവേലക്കാരനായ ഭർത്താവും +2-നും 10-ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങുന്നതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ഈ വാർത്തയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത് വിഷ്ണു കരുണാകരൻ? പരേഷ്, കഴിഞ്ഞ 13-ാം തീയതിയാണ്, ഈ മെയ് 13-ാം തീയതിയാണ് ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത 20 മണിക്കൂറോളം ഇരുത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ യുവതി വീട്ടിൽ നിന്നും, അതായത് ഒരു 3 ദിവസമായി ഒരു വീട്ടുജോലിക്ക് എത്തിയിരുന്നു. ആ വീട്ടിൽ നിന്നും സ്വർണ്ണമാല മോഷണം പോയി എന്നുള്ളൊരു പരാതിയാണ്. ആ പരാതിയെ തുടർന്ന് പോലീസ് ഈ സംശയം തോന്നി ഇവരെ വിളിച്ചു വരുത്തി അന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് വൈകിട്ട് 3 മണി മുതൽ ചോദ്യം ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചത്. അത് വിട്ടയക്കാനുള്ള കാരണം ഈ മാല ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. ഉടമസ്ഥർ ഇതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്നാണ് വിട്ടയച്ചത്. എന്നാൽ അതിനിടയിലെല്ലാം കടുത്ത മാനസിക പീഡനം നേരിട്ടു എന്നാണ് യുവതി പറയുന്നത്. ദളിത് യുവതിയാണ്. ഈ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല മോഷണം പോയെന്ന പരാതി ബിന്ദുവിനെ എതിരെ ഉണ്ടായിരുന്നു. ബിന്ദു പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ നേരം ഇരിക്കേണ്ടി വന്നു. ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ചു. അതായത് രാത്രിയിലും പോലീസ് സ്റ്റേഷനിൽ തുടരേണ്ടി വന്നു. വീട്ടുകാരെ അറിയിക്കാൻ അനുവദിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിയായി ഉയരുന്നുണ്ട്. പോലീസ് മാലയ്ക്കായി പരിശോധന എല്ലാം ആ രാത്രി വൈകി ആ വീട്ടിലെത്തിച്ച് നടത്തിയിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പരിശോധന നടത്തിയിരുന്നു. തിരിച്ച് വീണ്ടും പേരൂർക്കട സ്റ്റേഷനിൽ എത്തിച്ചു. കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിട്ടത് വലിയ തിരിച്ചടി തന്നെയാണ്. സാധാരണക്കാരിയായ ഒരു യുവതിക്ക് നേരിടേണ്ടി വരുന്ന പരമാവധി ഒരു ശിക്ഷ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനമുണ്ടായത്. പിന്നീട് തനിക്ക് മാനസികമായ പീഡനത്തിന് പിന്നാലെ തന്നെ ഒരു അപമാനം നേരിട്ടു. അതായത് മോഷണക്കുറ്റത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു അപമാനം കൂടി നേരിട്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും
ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പോലീസ് സ്വാഭാവികമായ നടപടിയാണ് ചെയ്തതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഏതായാലും നിലവിൽ ഇപ്പോൾ ശക്തമായ നിയമപോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ് ബിന്ദു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കേട്ടപ്പോൾ തന്നെ സംശയത്തിൻ്റെ പേരിൽ കൂടുതൽ നേരം സ്റ്റേഷനിൽ വിളിച്ചിരുത്തി, ഒരു ദിവസം അടുപ്പിച്ചുള്ള സമയം പിടിച്ചിരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ പരാതി പോയിട്ടുള്ളത് DGPക്കും വകുപ്പ് മന്ത്രിക്കും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കിടയാവുന്ന ഒരു വിഷയം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച. പരേഷ്, എന്തായാലും ഒരു ഭാഗത്ത് റാപ്പർ വേടൻ ഉയർത്തുന്ന ജാതീയമായി അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒപ്പം നാം നിൽക്കേണ്ടതുണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അതേ സമയത്ത് തന്നെ വേടൻ ഉൾപ്പെടുന്ന ആ സമൂഹത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ഒരു ദളിത് സ്ത്രീയെ ഈ രീതിയിൽ 20 മണിക്കൂറിലധികം പോലീസിൻ്റെ മാനസിക പീഡനത്തിന് വിട്ടുകൊടുക്കുകയും അതിനുശേഷം അവർക്ക് മേൽ ആരോപിച്ച കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ അവർ മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ മാല ആ സ്ത്രീ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലും ആ കേസ് റദ്ദ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ, ഇതിൽ തിരുവനന്തപുരം കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടി എന്നുള്ള ഒരു വാർത്ത ഒരു ഭാഗത്ത് വരുന്നു. ഓർക്കുക, എത്രയെങ്കിലും സമാനമായ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വാർത്തകൾ വായിച്ചതും അത് സാഹിത്യ രൂപത്തിൽ വന്നതുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇത്തരത്തിൽ വീട്ടുവേല ചെയ്യുന്നവർ അവർ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നവരാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതുധാരണ. ആ ധാരണയുടെ പുറത്ത് അവരെ പീഡിപ്പിക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നു, അവസാനം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുന്നു എന്നുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതും ഒരു ദളിത് സ്ത്രീക്ക് എതിരെ ആവുമ്പോൾ അതിൻ്റെ ശക്തി കൂടുകയുമാണ്. ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കട്ടെ. വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.